ശ്രീ പരശുവെക്കൽ രാജേന്ദ്രൻ ഇവിടെ 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 ഈ റോസമ്മ അവർക്ക് പൈസ ഇല്ലാതെ അവരുടെ ഫീസ് ഊരിക്കൊണ്ടുപോയി 9 നാൾ ഇരുട്ടിലിരുന്ന ഓണത്തിന് മുമ്പ് 9 നാൾ വീട്ടിലിരുന്ന കാര്യം പറയുകയായിരുന്നു. ഇതുപോലെ ഇവിടെ ഈ സമരത്തിന് വന്ന ഈ പാവങ്ങൾക്ക് നൂറ് എല്ലാവർക്കും ഓരോന്നോരോന്ന് പറയാനുണ്ട്. ഓരോരോ അങ്ങേയറ്റത്തെ വല്ലാത്ത ജീവിതാവസ്ഥകൾ പറയാനുണ്ട്. അതിൽ രോഗികളുണ്ട്. ഇന്ന് മഹാസംഗമത്തിന് സമരത്തിനായി എത്താൻ വേണ്ടി അപ്പുറത്തെ വീട്ടിൽ നിന്ന് 300 രൂപ കടം മേടിച്ചുകൊണ്ട് വന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷവും. ശ്രീ പരശുവെക്കൽ രാജേന്ദ്രൻ, ഈ പാവങ്ങളുടെ ഈ സങ്കട കാര്യങ്ങൾ കേട്ടിട്ടും നിങ്ങൾക്ക് ലക്ഷം ഇനിയും കൂട്ടണം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹാഷ്മി, അത് ഈ ശമ്പള പരിഷ്കരണം എന്ന് പറയുന്നത് നമ്മൾ കൂട്ടണം എന്നുള്ളതല്ല. PSC അംഗങ്ങൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞു. കാരണം 2006 ശമ്പള ഘടന പരിഷ്കരിച്ചതിന് ശേഷം പിന്നെ പരിഷ്കരണം വന്നില്ല. ഞാൻ ഒരു കാര്യം ഹാഷ്മിയോട് ചോദിക്കട്ടെ. നിങ്ങൾ പത്രപ്രവർത്തകരായ നിങ്ങൾക്ക് 2006 ശേഷം നിങ്ങളുടെ ശമ്പളം എങ്ങനെ പരിഷ്കരിച്ചു? 2006 അങ്ങയുടെ ശമ്പളം എത്രയായിരുന്നു? അപ്പോൾ കേരളത്തിൽ 70,290 രൂപയാണ് ഞങ്ങളുടെ ബേസിക് പേ എന്ന് പറയുന്നത്. പിന്നെ DA ആണ്. അപ്പോൾ ക്രോറല്ല, 70,000 ആണ് കാശ്മീർ. അവിടെ ഞാൻ പറയട്ടെ, ഞാൻ 2017 ഞാൻ PSC മെമ്പർ ആകുമ്പോൾ എനിക്ക് 1,80,000 രൂപ കിട്ടിയെങ്കിൽ ഞാൻ ഏകദേശം 60,000 രൂപ ഞാൻ ടാക്സ് പേ ചെയ്യുന്നു. അതിൽ നിന്നാണ് എനിക്ക് വാഹനം ഓടേണ്ടത്, അതിൽ നിന്നാണ് എനിക്ക് വീട്ടുവാടക കൊടുക്കേണ്ടത്. അത് നിങ്ങൾ മനസ്സിലാക്കാം. പിന്നെ വേറെ ഉള്ളത്, നിങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ടല്ലോ, 1,80,000 സംതിങ്. അതെ. അത് കാശ്മീർ ഒരു കാര്യം കൂടെ, നിങ്ങൾ ഈ PSC അംഗങ്ങളുടെ കാര്യങ്ങൾ ഇതിങ്ങനെ നിരന്തരം പറയുന്നുണ്ടല്ലോ. കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷന്റെ ശമ്പളം എത്രയാണ്? കേരളത്തിലെ ഭക്ഷ്യസുരക്ഷാ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയുടെ തുല്യമായ ശമ്പളമാണ് വാങ്ങുന്നത്. അവിടുത്തെ അംഗങ്ങൾ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് തുല്യമായ ശമ്പളമാണ് വാങ്ങുന്നത്. അതല്ല, ഹരിയാനയിലെ അവിടുത്തെ PSC അംഗങ്ങൾ വാങ്ങുന്നത്, PSC ചെയർമാന് ചീഫ് സെക്രട്ടറിയുടെ ശമ്പളമാണ്. അവിടുത്തെ അംഗങ്ങൾക്ക് കൊടുക്കുന്നത് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ തുല്യമായ ശമ്പളമാണ്. അപ്പോൾ അവരിത് 2016 മുതൽ 2016 മുതൽ ഈ സ്കെയിൽ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ കേരളത്തിൽ ഞാൻ പറഞ്ഞില്ല, 20 വർഷങ്ങൾക്ക് ഉള്ളിൽ ശമ്പളം പരിഷ്കരിക്കുന്ന ഏക വിഭാഗം എന്ന് പറഞ്ഞാൽ PSC അംഗങ്ങളാണ്. ആ ഒരു ശമ്പള പരിഷ്കരണമാണ് ഇപ്പോൾ താമസിച്ചെങ്കിലും കൊണ്ടുവന്നത്. ആ നടപ്പിലാക്കുമ്പോഴത്തേക്കും ഈ ആശാ വർക്കേഴ്സിൻ്റെ ശമ്പള പരിഷ്കരണവുമായിട്ട് നിങ്ങൾ, അല്ലെങ്കിൽ അവരുടെ സേവന വർധനവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അതിനെ ചർച്ചയ്ക്ക് വെച്ചത് തന്നെ തെറ്റാണ്. ഇത് രണ്ടാണ്. ആശാ വർക്കേഴ്സ് ഒരു ദിവസം എത്ര മണിക്കൂർ പണിയെടുക്കേണ്ടി വരും രാജേന്ദ്രൻ? PSC മെമ്പർമാർക്ക് ഒരു ദിവസം എത്ര മണിക്കൂർ പണിയെടുക്കേണ്ടി വരും? നിങ്ങൾക്ക് തെരുവിലിറങ്ങി പണിയെടുക്കേണ്ടി വരുന്ന എത്രത്തോളം മണിക്കൂർ ഉണ്ടാവും? നിങ്ങൾക്ക് കയറിയിരിക്കാൻ ഒരു AC റൂമിൽ, നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു AC കാറില്ലേ, നിങ്ങൾക്ക് സകലവിധമായ സൗകര്യങ്ങളില്ലേ ശ്രീ രാജേന്ദ്രൻ? ഈ ആശാ വർക്കർമാർ പണിയെടുക്കുന്ന ദിവസം 12-16 മണിക്കൂറാണ്. പെരുമഴയത്തും പൊരുവെയിലത്തും പണിയെടുക്കുന്നവരാണ്. അവർക്കാണ് 7,000 രൂപ, 230 ദിവസം. നിങ്ങൾക്ക് എത്രയാണ് ഒരു ദിവസം? 7,000 രൂപ ഒരു ദിവസം അല്ലേ? ഹാഷ്മി, ഞാൻ പറയുന്നത് കേൾക്കൂ. കാര്യം, ആശാ വർക്കേഴ്സ് പണിയെടുക്കുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ ആശാ വർക്കേഴ്സിന്റെ ഡിമാൻഡിനൊന്നും ഞങ്ങൾ എതിരല്ല. ഇവരെന്തിനാ ഞങ്ങളെ കൊണ്ടുവന്ന് അതിൽ കൂടെ നിങ്ങൾ കൂട്ടിക്കെട്ടുന്നത്? ഞങ്ങൾ ആശാ വർക്കേഴ്സിന് എതിരല്ല, ഞങ്ങൾ അവരുടെ കൂടെയാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കുക, തിങ്കളാഴ്ച ഞങ്ങൾ കമ്മീഷൻ മീറ്റിംഗ് കഴിഞ്ഞാൽ ചൊവ്വാഴ്ച ഞങ്ങൾക്ക് റൂൾസ് മറ്റ് കമ്മിറ്റികളുണ്ട്. ബുധൻ വ്യാഴം വെള്ളി ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ശനിയാഴ്ച DPC മറ്റ് ഫയലുകളുണ്ട്. അപ്പോൾ നമുക്ക് നിരന്തരമായി നമ്മൾ 7 ദിവസവും 24 മണിക്കൂർ ജോലി ചെയ്താൽ മാത്രമേ അവിടുത്തെ ജോലികൾ ചെയ്തു തീർക്കാൻ പറ്റൂ, ഫയൽ നോക്കി തീർക്കാൻ പറ്റുള്ളൂ. ഉത്തരവാദപ്പെട്ട ജോലിയാണ്, ഭരണഘടനാ സ്ഥാപനമാണ്. മാത്രമല്ല കേരളത്തിൽ മാത്രമാണ് അഴിമതിയില്ലാത്ത വളരെ 10,000-കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ഒരു ശുപാർശയും ഇല്ലാതെ അർഹതയുടെ അടിസ്ഥാനത്തിൽ ഇൻ്റർവ്യൂ നടത്തി, പരീക്ഷ നടത്തി അവർക്ക് അഡ്വൈസ് അവരുടെ കയ്യിൽ കിട്ടുന്നതാണ്. വേറെ ഇന്ത്യയിലെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് ഇതേപോലെ സുതാര്യമായി ഒരു റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നുണ്ടോ? കാരണം ഇൻ്റർവ്യൂവിൻ്റെ ആയിക്കോട്ടെ, ടെസ്റ്റ് നടത്തുന്ന ആയിക്കോട്ടെ, എല്ലാം കമ്പ്യൂട്ടറിൽ അവരുടെ നമ്മുടെ സോഫ്റ്റ്വെയറിൽ അതിൻ്റെ മാർക്ക് കംപ്ലീറ്റ് കൊടുക്കുകയാണ്, പൊതുജനങ്ങൾക്ക് അറിവിലേക്കായിട്ട് കൊടുക്കുകയാണ്. അത്രയും സുതാര്യമായിട്ട്. താങ്കൾ വിരമിച്ചത് 2006-ലാണ്. അപ്പോൾ താങ്കളുടെ കാലത്തേക്ക് കൂടി മുൻകാല പ്രാബല്യം നിങ്ങളുടെ സംഘടന ആവശ്യപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അസോസിയേഷൻ ആവശ്യപ്പെടുന്നുണ്ടോ? അല്ലാതെ നിർബന്ധമായി കിട്ടേണ്ടതല്ലേ കാശ്മീർ? 2006 നമ്മളെ പേ വെച്ചിട്ട് ശമ്പളം പരിഷ്കരിക്കുമ്പോൾ 2016 കയറി 2024 25 മുമ്പ് റിട്ടയർ ചെയ്ത ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് ആ പെൻഷൻ ആനുകൂല്യം കിട്ടേണ്ടതാണ്. ന്യായമായ അവകാശം അരിയർ കിട്ടേണ്ടത്. ശരിയാണ്. ജിൻഡോ അങ്ങനെ ലക്ഷങ്ങൾ അരിയർ ചോദിക്കും, ഈ സർക്കാർ അംഗീകരിച്ചു കൊടുക്കും, ഉറപ്പാണ്. ആശമാരെ കേൾക്കാത്ത സർക്കാർ ഇവരുടെ ഈ പറയുന്ന അരിയർ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇവരുടെ പെൻഷനിൽ ലക്ഷക്കണക്കിന് രൂപ അട്ടിയടിക്കുമെന്ന് വീഴുന്ന ഈ അരിയർ ആവശ്യം അംഗീകരിച്ചു കൊടുക്കും. അതിന് കേന്ദ്ര ഫണ്ട് പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ, അതിന് സംസ്ഥാനത്തിന് സാമ്പത്തികമായ പ്രശ്നം ഉണ്ടാവില്ല.
ഹാഷ്മി, അതിനു മുമ്പേ അദ്ദേഹം ഈ രാജേന്ദ്രൻ പറഞ്ഞൊരു ഹാഷ്മി ഇത് ബഹുമാനപ്പെട്ട രാജേന്ദ്രൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ 7 ദിവസം 24 മണിക്കൂറും പണിയെടുത്താൽ തീരുന്നില്ലെന്ന്. അപ്പോൾ പിന്നെ ഇവരൊക്കെ എപ്പോഴാണ് ഉറങ്ങുന്നത്? ഇവർക്കൊന്ന് ചായ കുടിക്കാൻ പോലും സമയമില്ലല്ലോ. അത്ര കഷ്ടപ്പാടാ. ദിവസം 7500 രൂപ പ്രതിദിന ശമ്പളം, മാസം 2.5 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നു. പക്ഷെ ഇവർക്ക് ഉറങ്ങാൻ പോലും സമയമില്ലെങ്കിൽ എൻ്റെ പൊന്നു സാറേ, നിങ്ങൾ ആ ജോലി രാജിവെച്ചിട്ട് നിങ്ങൾ ഈ ആശാ വർക്കർമാരുടെ ജോലി എടുക്കണം. ദിവസം 233 രൂപ കിട്ടും. ഒരുപാട് സമയം നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ കിട്ടും. കാരണം അവർ ഭയങ്കര ഉല്ലസിച്ചാണ് ജീവിക്കുന്നത് കേരളത്തിലെ ആശാ വർക്കർമാർ. അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി വെക്കുന്ന സ്കൂളിലെ ഉച്ചക്കഞ്ഞി വെക്കുന്ന പണിക്ക് പോകണം. അവിടെയും ഭയങ്കര ഉല്ലാസമാണ് ആ പാവപ്പെട്ട ആളുകൾക്ക്. അവിടെ അവർ ഭയങ്കര സുഭിക്ഷമായിട്ടാണ് ജീവിക്കുന്നത്. അവർക്ക് ഉച്ചക്കഞ്ഞി വെക്കാനും പറ്റുന്നുണ്ട്, ഉച്ചക്കഞ്ഞി വെച്ചതിൻ്റെ ശമ്പളം കിട്ടുന്നുണ്ട്. സുഭിക്ഷമായിട്ട് AC കാറിലാണ് ഉച്ചക്കഞ്ഞി വയ്ക്കുന്ന ആ പാചക തൊഴിലാളികൾ പോകുന്നത്. നിങ്ങൾ ഈ 2.5 ലക്ഷം രൂപ, നിങ്ങളുടെ ഇപ്പോൾ പറഞ്ഞത് 1.25 ലക്ഷം രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്, അത് 2.5 ആയിട്ട് ഉയർത്തുമ്പോൾ മുൻകാല പ്രാബല്യത്തോടെ നിങ്ങൾക്കും കിട്ടണമെന്ന്. തീർച്ചയായിട്ടും കിട്ടണം. കാരണം നിങ്ങൾ അത്രയും കഷ്ടപ്പെടുന്നുണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ അഴിമതി നടക്കുന്നില്ലെന്ന്. ശിവരഞ്ജിത്തും നസീമും ഒക്കെ യൂണിവേഴ്സിറ്റി കോളേജിൽ കത്തിക്കുത്ത് നടത്തിയപ്പോൾ കേരളം ഞെട്ടിയത് എങ്ങനെയാണെന്നറിയോ? PSCയുടെ കോപ്പി അടിച്ചതിൻ്റെ പേരില്ല 1ാം റാങ്കും 8ാം റാങ്കും ഒക്കെ വാങ്ങുന്നത്. ഞങ്ങൾ നാട്ടുകാരും SFIക്കാർ തമ്മിൽ കത്തിക്കൂത്ത് നടത്തിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ നാളെ ഇവന്മാരെ കാണുമ്പോൾ സല്യൂട്ട് അടിക്കേണ്ട ഗതികേട് വന്നതിനില്ലേ? ഞങ്ങളൊക്കെ ഓച്ചാനിച്ച് നിൽക്കേണ്ടി വന്നതിനില്ലേ? ഈ കോപ്പി അടിച്ച് ജയിച്ചവന്മാരെ നിങ്ങൾ PSCക്കാരുടെ മേന്മയൊന്നും ഒരുപാട് പറയണ്ട. ഇനി അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ അത് രാജിവെച്ചു ആശാ വർക്കറുടെ പണിയെടുക്കണം. ഈ പാവപ്പെട്ട ആശാ വർക്കർമാരെ PSC മെമ്പർമാരാക്കണം. ഇതിന്റെ ബുദ്ധിമുട്ട് അവരും കൂടി അനുഭവിക്കട്ടെ സാറേ. അടുത്തത് ഒരൊറ്റ കാര്യം, നിങ്ങൾക്കെതിരെ സമരം ചെയ്ത അനാവശ്യ സമരം, ഞാൻ പറയട്ടെ അനാവശ്യ സമരമാണ് പോലും. ചൂലെടുത്ത് അടിക്കാത്തത് ഭാഗ്യമാണ്. ആ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്യുന്ന പാവപ്പെട്ട സ്ത്രീകൾ, ഈ സർക്കാരിന്റെ പ്രതിനിധികളെ ചൂലെടുത്തടിക്കാത്തത് നിങ്ങളുടെയൊക്കെ ഭാഗ്യമാണെന്ന് വിചാരിക്കണം. ഇവിടെ കാരണഭൂതൻ തിരുവാതിര കഷ്ടപ്പെട്ട പണിയാണെങ്കിൽ എന്തിനാണ് PSC ഇത്ര കടിപിടി? നിങ്ങളുടെ ടീച്ചറമ്മ അഭിമാനമാണെന്ന് പറഞ്ഞില്ലേ? ഈ പാവപ്പെട്ട സ്ത്രീകൾ കോവിഡിന്റെ പ്രതിരോധം ഉയർത്തിയപ്പോ നിങ്ങൾ കാരണഭൂതൻ തിരുവാതിര നടത്തുകയായിരുന്നു. നിങ്ങൾ കുഞ്ഞനും തന്നെ അടക്കം നടത്തുകയായിരുന്നു. അന്നും ഈ പാവപ്പെട്ട സ്ത്രീകൾ നാട്ടിലെ വീട് കയറി നടക്കുക. 500ഓളം കുടുംബങ്ങളെ കണ്ട്, 2500 മനുഷ്യരെ കണ്ട് അവർ പ്രതിദിനം ജോലി എടുത്തതിന്റെ ഭാഗമായിട്ട് കോവിഡിനെ പ്രതിരോധിച്ചു എന്നുള്ള ആ വലിയ അഭിമാനം നിങ്ങൾ പേറിയത്. നിങ്ങൾ എന്നിട്ട് ഇവർ മോശക്കാരാണെന്ന്. ഹസ്കര നിങ്ങൾ പറഞ്ഞില്ലേ ആരോഗ്യ വകുപ്പിന്റെ ആരോഗ്യ ബ്രിഗേഡാണെന്ന്. ഈ ആരോഗ്യ ബ്രിഗേഡിന്റെ പാവപ്പെട്ട മനുഷ്യരല്ലേ, അവരല്ലേ കോവിഡ് കാലത്ത് നിങ്ങൾക്ക് അഭിമാന പുരസ്സരമായിട്ടുള്ള പണി ചെയ്തത്? ആ പണി ചെയ്ത ആളുകളല്ലേ സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരം ചെയ്തത്? അവർ 10-12 ദിവസമായിട്ട് അവിടെ സമരം ചെയ്തിട്ട് അവരോടൊന്ന് അനുകമ്പയോടെ സംസാരിക്കാൻ ഈ കേരളത്തിലെ സർക്കാരിന്റെ പ്രതിനിധികൾക്ക് പറ്റിയോ? ഇവരാണോ കമ്മ്യൂണിസ്റ്റ് സർക്കാർ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല, നിങ്ങൾ കാരണഭൂതന്റെ സർക്കാരാ, നിങ്ങൾ കിരാത സർക്കാരാ. നിങ്ങൾ ഈ പാവപ്പെട്ട മനുഷ്യരുടെ വിലാപം കാണുന്നില്ല. അവസാന നിമിഷവും കൊള്ളയടിച്ചു കൊണ്ടുപോകാനുള്ള കാരണഭൂതന്റെ റിസർച്ച് കമ്മിറ്റിയിലെ അംഗങ്ങളാ ഈ PSC ബോർഡ് മെമ്പർമാർ. 2.5 ലക്ഷം കിട്ടിയിട്ടും ആർത്തി തീരാതെ 4 ലക്ഷത്തിലേക്ക് ഉയർത്തണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നിങ്ങൾ പുറത്തിറങ്ങി നടക്കുമ്പോൾ ഞങ്ങൾ പറയും, ദേ ഒരു PSC മെമ്പർ പോകുന്നു, അവനെ സൂക്ഷിക്കണം, ഈ നാട് കൊള്ളയടിക്കുന്നവന്റെ കൂടെ നിൽക്കുന്ന ആളാണ് ആ PSC മെമ്പർ എന്ന് ഞങ്ങൾ പറയും. നിങ്ങൾ അത് കേട്ട് നാണിക്കേണ്ട ഗതികേട് വരും. നിങ്ങൾ